നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് പറയുകയുണ്ടായി മാധ്യമ രംഗത്ത് ഒരുമിച്ച് നിൽക്കുന്ന സ്ത്രീകൾ അവരുടെ ശബ്ദം കൂടുതൽ കേൾക്കാനിടയുണ്ട്. പ്രത്യേകിച്ചും ആങ്കറിംഗ് എന്നുള്ള മേഖലയിൽ മാത്രമായിട്ട് അത്തരത്തിലൊരു കൂട്ടായ്മ ഇല്ലാത്തത്. എന്നാൽ മാധ്യമ രംഗത്തുള്ള സ്ത്രീകൾ ഒരുമിച്ച് കൂടിയത് നാഷണൽ ലെവലിൽ കൂടിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. വുമൺ ഇൻ മീഡിയ നെറ്റ്വർക്ക് പോലെയുള്ള ഇനീഷ്യേറ്റീവ്സ് നമ്മൾ കണ്ടിട്ടില്ല. ഇത്തരത്തിൽ സ്ത്രീ കൂട്ടായ്മകൾക്കുള്ള റെലവൻസ് എന്താണ് ഇന്നത്തെ കാലത്ത്? അല്ല, നമുക്കുള്ള എന്തെങ്കിലും പരാതിയോ പ്രശ്നങ്ങളോ നമുക്ക് ആ വേദിയിൽ ഉന്നയിക്കാമല്ലോ. അവിടുന്ന് അത് പിന്നെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതും ആവാം. പക്ഷേ അതങ്ങനെ ഇല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ചാനലിൽ ഒരു പ്രശ്നം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന ആൾക്ക് നമുക്ക് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ ഹയർ ലെവൽ പരാതി കൊടുക്കാം. അവിടെ നിന്നും അവരത് ചെയ്യുന്നില്ലെങ്കിൽ ആ ശബ്ദം അവിടെ അടഞ്ഞുപോയി. പിന്നെ ആ വ്യക്തി സ്വയം വേണം ലീഗലി ആയിട്ട് മൂവ് ചെയ്യാൻ. പക്ഷേ ഈ കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഒരു ഗുണം, ഇപ്പം ഞാനൊരു പ്രശ്നം പറഞ്ഞു, അതേപോലെ പ്രശ്നങ്ങൾ വേറെ അനുഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിന് ശബ്ദത്തിന് കുറേയും കൂടി കരുത്തുണ്ട്. അതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വകാര്യ ചാനലിലെ ഒരു ആങ്കർ എന്നോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ചേച്ചി, അപ്പോൾ പുള്ളിക്കാരി ആങ്കർ ചെയ്യാനിരിക്കുമ്പോൾ ടോക്ക് ബാക്കിലൂടെ പ്രൊഡ്യൂസർ വളരെ മോശമായൊരു വാക്ക് പറഞ്ഞു. അത് പുള്ളിക്കാരി ആ ഇഷ്യൂ റേസ് ചെയ്ത് മാനേജ്മെൻറ്റിന് പരാതിയായി കൊടുത്തു. എന്നെ ഇങ്ങനെ ഒരു വാക്ക് ടോക്ക് ബാക്കിലൂടെ പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ സംഭവിച്ചത് പുള്ളിക്കാരി അവിടുന്ന് പരിപാടി നിർത്തി പോവേണ്ടി വന്നു. ആ പ്രൊഡ്യൂസർ അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒട്ടും വുമൺ ഫ്രണ്ട്ലി അല്ലാത്ത, അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത്ര പോലും മനസ്സിലാക്കാത്ത ആൾക്കാർ തലപ്പത്തിരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീകൾക്ക് അവരുടെ കൺസേൺസ് പറയാൻ സാധിക്കുക? അതിനായിട്ടുള്ള ഒരു വേദി തുറന്നു കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാത്രമല്ല, നമ്മൾ ഈ ഗ്രൂപ്പ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം അസോസിയേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നു. WCC പോലെ ഒന്ന് ആരംഭിച്ചു. അവിടെ എന്താണ് സംഭവിച്ചത്? ആദ്യം നിന്ന് എത്ര പേര് ഇന്നും ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ട്? അപ്പോൾ എപ്പോഴും എന്ത് തുടങ്ങുന്നു എന്നുള്ളതിലല്ല, ഒരേ ആശയം 100% നീതിബോധത്തോടുകൂടി മനസ്സിൽ ഉറപ്പിച്ച് എത്ര പേര് അതിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇടയ്ക്ക് നമ്മൾ അവതാർ എന്ന് പറഞ്ഞൊരെണ്ണം നമ്മൾ ഫോം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ നമുക്കത് പറ്റില്ല എന്ന് തോന്നി അതിൽ നിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യമാണ് വന്നത്. ഇന്നത് ലൈവല്ല. പക്ഷെ അത്തരം കൂട്ടായ്മകൾ ശരിയായ രീതിയിൽ വരികയാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും ഒരു സ്നേഹബന്ധം നിലനിർത്താനുള്ള വേദിയായിട്ടെങ്കിലും മാറുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ തിരികെ വാർത്താ റിപ്പോർട്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ, പൊതുവിൽ റിപ്പോർട്ടിങ്ങിന് കടക്കുന്ന സ്ത്രീകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ചില വിഷയങ്ങളുണ്ട്. കല, സാംസ്കാരികം, സിനിമ, ഇത്തരത്തിലുള്ള സിനിമ, അതും ചില പ്രത്യേക രീതിയിൽ മാത്രം പോകുന്നത്. ഒരു പക്ഷേ ഒരു സ്പോർട്സ് റിപ്പോർട്ടിംഗ് ആഗ്രഹം പറയുന്ന, ഒരു എന്താ പറയുക, പ്രക്ഷുബ്ധമായ ഏരിയയിൽ പോയി റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സ്ത്രീകളും കൂട്ടത്തിലുണ്ടായിരിക്കാം. പക്ഷേ അത്തരത്തിൽ വരുന്ന സ്ത്രീകളുടെ എണ്ണം നന്നേ കുറവാണ്. ഈ വിഷയത്തിൻ്റെ സിലക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അസൈൻ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണോ, അതോ അവർക്കെന്താ അവർ അറിഞ്ഞോ അറിയാതെ അവരിലേക്ക് വന്ന് ഭവിക്കുന്നതാണോ, അതോ അവർ സെലക്ട് ചെയ്യുന്നതാണോ? ഈ പറഞ്ഞ മാതിരി ചില കാര്യങ്ങളൊക്കെ പിന്നെ കൺസേൺ ന്യൂസിലുള്ള ഇത് വ്യക്തികൾ പറയുന്നത് തന്നെയാണ് ഇതൊക്കെയാണെന്നുള്ളത്. പക്ഷേ അന്നിപ്പോൾ അതിന് പകരം ആ ഒരു ഏൽപ്പിച്ചു കൊടുത്ത ആ റിപ്പോർട്ടിങ്ങിൻ്റെ ആളില്ല എന്ന് വിചാരിക്കൂ. മറിച്ചും സംഭവിക്കാം, ഇന്ന് ഈ കുട്ടി അതിന് പോവും, ആ റിപ്പോർട്ടിങ്ങിന് പോവും. കാരണം ഇത് ഒരുപക്ഷെ ജോയിൻ ചെയ്തിട്ട് അധികം കാലമായിട്ടുണ്ടാവില്ല, എക്സ്പീരിയൻസ് കുറവായിരിക്കാം. അപ്പോൾ ആ വ്യക്തിക്ക് അത് പരിഹരിക്കാൻ പറ്റും എന്ന് ന്യൂസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് തോന്നിയാൽ ഒരു പക്ഷേ വളരെ വേദനയോടുകൂടി കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തക എഴുതിയിരുന്നത്, അവരുടെ അത്ര തന്നെ എക്സ്പീരിയൻസ്, അവരുടെ ഒരുമിച്ച് തുടങ്ങിയ വ്യക്തിയാണ് കൂടെ ഉള്ളത്. അദ്ദേഹം പ്രൊമോഷൻ കിട്ടി മുന്നോട്ട് പോയി. സ്വാഭാവികമായിട്ടും അയാൾക്ക് കുറെ കൂടെ സെൻസേഷൻ ആയിട്ടുള്ള വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും വിസിബിലിറ്റി കൂടുതൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പല കാരണങ്ങളാൽ മെറ്റേണിറ്റി ബ്രേക്ക് പോലെയുള്ള ബ്രേക്കുകൾ എടുത്തിട്ടുള്ളത് കൊണ്ടും ഇത്തരത്തിലുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് ഇതാവുന്നില്ല, കൺസിഡർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വളരെ നമുക്കൊക്കെ മനസ്സിലാവുന്ന, പേര് കേട്ടാൽ മനസ്സിലാവുന്ന, പൊതുജനങ്ങൾക്കും അറിയുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ജെൻഡർ ഒരു പക്ഷേ പിന്നിലോട്ട് വലിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയും. ചില സാഹചര്യങ്ങളിൽ അത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ മെറ്റേണിറ്റി തന്നെ അതിനൊരു ഇതാണ്. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു പീരീഡിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇച്ചിരി എന്താ പറയുക ബിസി ആയിട്ടുള്ള, അല്ലെങ്കിൽ വേറെ കുറേ പ്രോബ്ലം ഉള്ളൊരു ഇതിലോട്ട് നമ്മൾ ഈ കുട്ടിയെ അയക്കേണ്ടെന്നല്ലേ നമ്മൾ വിചാരിക്കുകയുള്ളൂ.
അത് ആ കുട്ടിക്കും ദോഷം വരുന്ന ഒരു ഇതാണ്. പക്ഷേ ആ കൺസേൺഡ് വ്യക്തി ഒരു പക്ഷേ എടുക്കുന്ന വേറെ രീതിയിലാവും, ഓ എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് തോന്നിയിട്ടായിരിക്കാം എന്നെ വിടാത്തതെന്ന്. ഇനി അതിന് പക്ഷേ അവർ തമ്മിൽ പരസ്പരം സംസാരിച്ച് എന്തുകൊണ്ടാണ് എന്നെ വിടാത്ത എന്ന് ചോദിച്ച് അവിടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. മെറ്റേണിറ്റി ബെനിഫിറ്റുകൾ ഇപ്പോൾ വളരെ എന്താ പറയുക, മുന്നോക്ക രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ തന്നെ വളരെ നല്ല നയപരമായ തീരുമാനങ്ങൾ സർക്കാർ തലങ്ങളിൽ എടുക്കുന്നുണ്ട്. ലൈക്ക് 6 months മെറ്റേണിറ്റി ലീവും കാര്യങ്ങളും. എത്രത്തോളം ഈ നിയമങ്ങൾ പക്ഷേ മീഡിയ ഹൗസുകളിൽ പാലിക്കപ്പെടുന്നുണ്ട്? പല സമയങ്ങളിലും മെറ്റേണിറ്റി ലീവിൽ പോകുന്നവർക്ക് ഇടയ്ക്ക് എന്തുകൊണ്ട് 6 മാസം നിങ്ങൾക്കൊന്ന് ബ്രേക്ക് എടുത്തിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ റീജോയിൻ ചെയ്താൽ പോരെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. ഇത്തരത്തിൽ മെറ്റേണിറ്റി കാലയളവിനെ ഒരു സ്ത്രീയെ മാറ്റി നിർത്താനായിട്ടുള്ള ഒരു ടൂളായിട്ട് മാധ്യമങ്ങൾ കാണുന്നതായി തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും തോന്നിയിട്ടുണ്ട്. എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തക, വളരെ മികച്ച രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക, ഒരു മികച്ച ചാനലിലെ വാർത്താ അവതാരകയായിരുന്നു. പിന്നീട് കൺസീവ് ചെയ്തതിന് ശേഷം അവർക്ക് ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നീട് ഒരു മാധ്യമ സ്ഥാപനത്തിൽ കുറച്ച് ബ്രേക്കിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കരിയറിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ വരുത്തുന്ന ഏറ്റവും വലിയൊരു ലോസാണ്, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിന് വേണ്ടി കരിയർ നഷ്ടപ്പെടുത്തുന്ന ഒരു ത്യാഗിയായിട്ടൊക്കെ സ്ത്രീകളെ ചിത്രീകരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അത് ത്യാഗമാണോ എന്നുള്ളതാണ്. കാരണം മുന്നോട്ടുള്ള യാത്രയിൽ അവർ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ, തിരിച്ച് ഒരു ജോലിയിലേക്ക് വരും, വിവാഹബന്ധം എങ്ങനെയായി മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. തിരിച്ച് ജോലിയിലേക്ക് വരുമ്പം ഈ ഗ്യാപ്പ് വലിയൊരു ഫാക്ടറാണ്. തിരിച്ച് കയറാൻ പറ്റുന്നില്ല. കയറിയാൽ തന്നെ മികച്ച അസൈൻമെൻറ്റുകളിലേക്കൊന്നും പരിഗണിക്കാതെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു നല്ല ഓപ്ഷൻ, നമ്മളോട് വളരെ സ്നേഹപൂർവ്വം നമ്മളെ പരിഗണിക്കുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കുറച്ച് നാൾ മാറി നിന്നൂടെ എന്ന് ചോദിക്കുന്നത്. പക്ഷേ അത് തീർച്ചയായും മാറ്റി നിർത്തൽ തന്നെയാണ്. അത് തന്നെയാണ് സ്ത്രീയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയും. നമ്മൾ ചർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്ന ഒരു വസ്തുതയുണ്ടായിരുന്നു, ഈക്വൽ പേ എന്നുള്ളത്. BBC ഫീമെയിൽ റിപ്പോർട്ടർ, വളരെ സീനിയർ ആയിട്ടുള്ള ഫീമെയിൽ റിപ്പോർട്ടർ, തൻ്റെ തസ്തികയിലുള്ള പുരുഷന് ലഭിക്കുന്നതിനേക്കാൾ വേതനം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജോലിയിൽ നിന്ന് മാറിയ ഒരു സ്ത്രീ. അത് ഒറ്റപ്പെട്ടൊരു ശബ്ദമല്ല, ലോകത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള പല കോണുകളിൽ നിന്നും കേൾക്കുന്ന ഒന്നാണ്. പേയുടെ അവസ്ഥയിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഈക്വൽ പേ നടപ്പിലാക്കുന്നുണ്ട്? മലയാളം ചാനലിൽ അത്രയ്ക്ക് വലിയ ഒരു പറഞ്ഞ ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ ജോയിൻ ചെയ്ത ഒരേ സമയത്താണ് ഒരു സ്ത്രീയും പുരുഷനും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഓഫ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ്. അതപ്പോൾ ഏതാണ്ട് ഒരേമാതിരിയേ പോവുള്ളൂ. അതിന് വലിയ വ്യത്യാസങ്ങളൊന്നും കഴിവ് തെളിയിച്ചതുകൊണ്ട് കൂടുതൽ അവർക്ക് സാലറി കൊടുക്കും അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുള്ള ഇതുവരെ എൻ്റെ അറിവിലില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇപ്പം ഇങ്ങനെ നമ്മൾ BBC കാര്യം പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നല്ലാതെ മലയാളം ചാനലിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വീണ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇത്തരത്തിലുള്ള ഈക്വൽ പേ ക്ലെയിമുകൾ അത് മീഡിയയിൽ നിന്ന് മാത്രമല്ല പല മേഖലകളിലും വരുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള ഒരു ഈക്വൽ പേ ഡിമാൻഡുകൾ അല്ലെങ്കിൽ ഒരു പേ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായി തുടരുന്ന ഒരു പേ ഡിസ്ക്രിമിനേഷൻ എങ്ങനെയാണ്? ജെൻഡർ ഡിസ്ക്രിമിനേഷനും അതുപോലെ പേ ഡിസ്ക്രിമിനേഷനും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുള്ള എനിക്ക് തോന്നുന്നു സിനിമയിൽ, അല്ലേ, സിനിമാ മേഖലയിൽ തന്നെയാണ്. സിനിമയിൽ ഇപ്പോഴും നമ്മളിതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു ഹീറോ ഫേസ് വെച്ചാണ് സിനിമകൾ പോകുന്നത്. പല സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഹീറോയാണ് ഇവിടുത്തെ മെയിൻ, ഹീറോയുടെ പേരിനനുസരിച്ചാണ് നമുക്ക് സാറ്റലൈറ്റ് റൈറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ എന്തിനാണ് ഈ സ്ത്രീകൾക്ക് ഇത്രയും പേ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കൊടുക്കേണ്ടതെന്നുള്ളൊരു സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകൾ വളരെ കുറവാണ് വരുന്നതിൽ പോലും അവർക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് ഒരു അവാർഡ് നിങ്ങൾക്ക് സാധ്യതയുള്ള ക്യാരക്ടറാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കുറവായിരിക്കും എന്ന് പറഞ്ഞായിരിക്കും മിക്കവാറും വരുന്നത്, അല്ലേ. ആങ്കറിങ് അവതരണ രംഗത്തേക്ക് വരുമ്പോൾ എനിക്ക് അങ്ങനെ പേഴ്സണലി എനിക്ക് അത്തരത്തിലൊരു വലിയ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം ടെലിവിഷനിൽ എപ്പോഴും വനിതാ അവതാരകർക്കാണ് കുറച്ചുകൂടി ഡിമാൻഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് ഇവിടെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ മാധ്യമ ലോകത്തിലത്തെ ഏറ്റവും നല്ല എക്സ്പീരിയൻസിലൂടെ ഒരു കരിയറിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ കുറച്ചുകൂടെ മനോഹരമായിട്ട് ഞങ്ങൾക്കത് പറഞ്ഞു തരാൻ സാധിക്കും. എന്തായിരിക്കണം ഐഡിയൽ ഒരു മീഡിയ വേൾഡ് എന്നുള്ളത്, ഒരു പത്രമാധ്യമ ലോകം എന്നുള്ളത്. ധർമ്മമല്ല, ലോകം എന്നുള്ളത്. എത്രത്തോളം അവസരങ്ങൾ സ്ത്രീകൾക്ക് കിട്ടണം എന്നുള്ളത്. അവസരം സ്ത്രീകൾക്ക് കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ അത് വേണ്ട രീതിയിൽ
കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം എന്നേ പറയുള്ളൂ. ഏത് ഒരു ഇത് നമ്മൾ തിരഞ്ഞെടുത്താലും അതിനോട് നമ്മൾ അങ്ങേയറ്റം നീതി പുലർത്താൻ ശ്രമിക്കണം. ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി മാസാമാസം കിട്ടുന്നു എന്നതിലുപരി നമുക്ക് അതിനോടൊരു പാഷൻ ഉണ്ടെങ്കിൽ, അതെ, ഒരു പാഷൻ, നമ്മൾ അത് ചെയ്യുന്നത് അത് എങ്ങനെ ഒരു ഉദാഹരണത്തിന് ന്യൂസ് തന്നെ നമ്മൾ വായിക്കുക എന്ന് വിചാരിക്കും. വെറുതെ ആ സമയത്ത് ഓടിക്കൊണ്ട് വന്ന് അങ്ങോട്ട് ന്യൂസ് വായിച്ചാൽ അതിനൊരു രീതി വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ അതിൽ ഇൻവോൾവ്ഡ് ആയിട്ട് ആ ഒരു ന്യൂസിൻ്റെ പ്രസൻറ്റേഷനും അതിൻ്റേതായ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള നമുക്കുള്ള ആത്മാർത്ഥത. അതുണ്ടെങ്കിൽ ഏകദേശം എൻ്റെ എക്സ്പീരിയൻസിൽ ഇത്രയും വർഷം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നല്ല. പക്ഷേ പലരും ചെയ്യുന്നത് അതല്ല. ഒരു ഇത്തിരി കഴിയുമ്പോൾ അവർക്ക് വേറൊന്നിൽ കാണുമ്പോൾ അത് തോന്നുമ്പോൾ എന്നാൽ അത് അതിലേക്ക് പോവാം എന്ന് വരുമ്പോഴാണ് ഇതും അല്ല അതും അല്ലാതായി മാറിത്തീരുന്നത്. നമ്മുടേതായ ആത്മാർത്ഥത നമ്മൾ തെളിയിച്ചാൽ നമ്മളെ അങ്ങനെ മുന്നോട്ട് എത്ര കാലം വരെ പോകണം എന്നുള്ളത് നമുക്ക് സാധിക്കും. മാധ്യമ ലോകത്തെ സ്ത്രീ സാന്നിധ്യം അത് മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിലായിരിക്കാം, അവതാരക എന്നുള്ള നിലയിലായിരിക്കാം, റിപ്പോർട്ടർ എന്നുള്ള നിലയിലായിരിക്കാം. അവർ നേരിടുന്ന വെല്ലുവിളികൾ, അവർ നേരിടുന്ന പ്രതിസന്ധികൾ, എന്താണ് മാധ്യമ ലോകത്തെ സ്ത്രീ സാന്നിധ്യം എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. ചർച്ചയുടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയത്തോടു കൂടി. അതുവരെ നമസ്കാരം.